ഹായ് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ വീഡിയോയുടെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ പ്രേമലു എന്ന വെബ് സീരീസിന്റെ ഷൂട്ടിനെ കുറിച്ചും ഡിറക്ഷനെ കുറിച്ചും സ്ക്രിപ്റ്റിനെ കുറിച്ചും കാസ്റ്റിങ്ങിനെ കുറിച്ചും ഒരു എന്താ പറയുക ക്ലിയർ കട്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് തരാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ ഈ വെബ് സീരീസ് നമ്മൾ ഈ കാണുന്ന വെബ് സീരീസിന്റെ ഡീറ്റെയിൽസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിത് ഒരുമിച്ചാണോ ഷൂട്ട് ചെയ്യുന്നത്, എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്നാണോ ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 മിനിറ്റിൽ കൂടുതലായിട്ട് ഡെയിലി സൺഡേ ടു സാറ്റർഡേ ഇത് പോസ്റ്റ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഒരു ദിവസം 2 എപ്പിസോഡ് പോസ്റ്റ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സീരീസ് എങ്ങനെയാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു സീരീസിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഒരു പ്രതിവിധി കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുക. 2000-ലധികം വ്യൂസ് ആണ് ഇപ്പോൾ പ്രേമലു എപ്പിസോഡിന് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി. കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. കാരണം സബ്സ്ക്രൈബർ ഓൺലി വ്യൂ ഓപ്ഷനൊക്കെ പിന്നീട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അത് തന്നെ ഈ സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന കുറെ ആൾക്കാർ ഞാൻ ഈ സമയത്ത് പേര് പറയാണ്. എന്നത് ആൻസ്നേഹ എന്ന പേരാണ്. ആൻസ്നേഹ എനിക്ക് തോന്നുന്നു അരികെ സീരീസ് തുടങ്ങിയ സമയത്ത് മുതലേ കമന്റ് ഇടുന്ന ആളാണ്. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതായത് റീച്ചൊന്നും ഇല്ലാതിരുന്ന സമയത്ത് തൊട്ട് ഒപ്പം നിന്ന ആളാണ്. പിന്നെ അശ്വതി 907, അരുണിമ മോഹൻ, പിന്നെ ധ്യാൻ, പിന്നെ ആൽഫിൻ ഒട്ടുമിക്ക എപ്പോഴും ആൽഫിന്റെ കമന്റ് എപ്പോഴും ഭയങ്കര മോട്ടിവേഷൻ ആണ് ആ കുട്ടിയിടുന്ന കമന്റ് ഒക്കെ. അതായത് എല്ലാവരും കട്ട വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സ്ഥിരം ഇടുമ്പോൾ അത് വെറൈറ്റി തോന്നില്ല. അപ്പൊ എന്തെങ്കിലും ട്വിസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഓഡിയൻസിൽ നിന്നൊരു റിയാക്ഷൻ കിട്ടാൻ കൊതിക്കുന്ന ഒരു എപ്പിസോഡിലൊക്കെ ആൽഫൈൻ ആണ് എപ്പോഴും. ആൻഡ് അശ്വതി അച്ചു, പിന്നെ സഫാരി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇപ്പൊ മാംഗ്ലൂർ കർണാടകയിൽ നിന്നൊരു സബ്സ്ക്രൈബർ ഉണ്ട്. ഐഷയ്ക്കും കുഞ്ഞിനും എല്ലാവിധ ബ്ലെസ്സിങ്സ്, കൺഗ്രാറ്റുലേഷൻ. രവീന്ദ്രൻ കെ, പിന്നെ സഡാക്വേ എന്നും പറഞ്ഞിട്ട്, സഡാക്കു എന്നാണോ പേര് എനിക്കറിയില്ല. പണ്ട് തൊട്ടേ ആ കുട്ടി, അതായത് ആരും കമന്റ് ഇട്ടില്ലെങ്കിൽ ഈ ഒരു കമന്റ് ഉണ്ടാകും ആൻസിനോടൊപ്പം തന്നെ. പിന്നെ അനുരാസി, തങ്കക്കൂടം ഗോൾഡ് പ്ലോഡ്, ഐ എം സോറി, ഞാൻ എപ്പോഴും കാണുന്ന ഒരു, അതായത് നെഗറ്റീവ് കമന്റിനൊക്കെ എപ്പോഴും പോയി റിപ്ലൈ ഒക്കെ കൊടുക്കുന്ന ഒരാളൊക്കെയാണ് സബ്സ്ക്രൈബർ. ആദിത്യ വിനോദാണ് എൻ്റെ അടുത്ത് വ്ളോഗൊക്കെ ചെയ്തുകൂടെയും ചോദിച്ചത്. അഖില വ്ളോഗ്സ്, ആവേ മരിയ, ഇടക്ക് ആവേ മരിയ വരും. പേര് കമന്റ് ഇടുന്നുണ്ട്, പക്ഷെ ഇവരാണ് സ്ഥിരം. അതായത് ഇവരിങ്ങനെ എപ്പോഴും സ്ഥിരം കമന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇവരുടെ കമന്റ് ഇല്ലെങ്കിൽ നമ്മൾ നോക്കി എന്ത് പറ്റിയെന്ന്. പ്രേമലു ഷൂട്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു സീരീസ്, ഇതിന്റെ പേര് എൻ്റെ പാരന്റ്സ് ആണ് നിർദ്ദേശിച്ചത്. അതിന്റെ സ്റ്റോറി, ഡയലോഗ്, ഡിറക്ഷൻ എല്ലാം ഞാനാണ്. എന്റെ ഫോണിലാണ് ഇതെല്ലാം സംഭവം, എഡിറ്റിങ്ങും എല്ലാം. എല്ലാവരും വിചാരിക്കും ഭയങ്കര ഹൈടെക് ആണെന്നല്ല. ഞാൻ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ സ്റ്റോറി കണ്ടോ, ഇതാണ് സ്റ്റോറി. ഇങ്ങനെ നോട്ട് പാഡിലാണ് ഞാൻ ഈ ഡയലോഗ് അയക്കുന്നത്, ടൈപ്പ് ചെയ്താണ് അയക്കുന്നത്. ഗാന്ധിന്റെ റോൾ ചെയ്യുന്ന സനിച്ചേട്ടൻ നായകൻ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യും. എന്നിട്ട് ഇതാണ് അവരുടെ ഡയലോഗ്. ഈ ഡയലോഗ് അയച്ചു കൊടുക്കുന്നോട്ട് ഞാൻ ആദ്യം പറയാം. ഹീറോ ആയിട്ട് ചെയ്യുന്ന ചേട്ടനാണെങ്കിൽ അദ്ദേഹം ഇതുപോലെ തന്നെ എല്ലാവരും വർക്കിംഗ് ആണ്. അദ്ദേഹം ജോലി തിരക്കിലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വീക്കെൻഡ്സിലായിരിക്കും ഫ്രീ ആകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ശനി ഞായറും വീഡിയോ ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെ ശനി ഞായറുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഈ സ്ക്രിപ്റ്റ് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. വാട്സപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഫോണിൽ അവരുടെ സൗകര്യത്തിന് അവരുടെ രീതിയിൽ ഈ ഡയലോഗ് പറഞ്ഞ് അവർ ഷൂട്ട് ചെയ്തിട്ടാണ് വീഡിയോ പിന്നെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നത്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്റ്റാൻഡാണത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി റെഡിയായി നിന്ന് ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സനു ചേട്ടനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പോർഷൻസ് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നു. അത് പ്രിയങ്ക ചേച്ചി, നമ്മുടെ നിരഞ്ജന റോൾ ചെയ്യുന്ന പ്രിയങ്ക ചേച്ചിക്ക് ഇതുപോലെ, പുള്ളിക്കാരിയും നല്ല തിരക്കുള്ള ആളാണ്. കാരണം ഇവരെല്ലാവരും ഞാൻ ഉൾപ്പെടെ വർക്കിംഗ് ആണ്. അപ്പം നമ്മളൊക്കെ വീക്കെൻഡ്സിൽ ടൈം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും അവരുടെ എഫോർട്ടിന് ഒരു ലോഡ് നന്ദി പറയാണ്. എത്ര പറഞ്ഞാലും, അതായത് നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അതിനുവേണ്ടി സമയം മാറ്റി വെച്ച് എനിക്ക് ആ വീഡിയോ സമയത്തിന് തരുന്ന ആളാണ്. തരുന്നവരാണ്, തരാത്തവരുണ്ട്. പക്ഷെ നമുക്ക് നിർബന്ധിക്കാനായിട്ട് പറ്റില്ല. ഒരാൾക്ക് ഇന്ന് നമ്മൾ വാട്സപ്പിൽ ഡയലോഗ് അയച്ചു കൊടുത്തിട്ട് നാളെ വീഡിയോ തരാൻ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ചില സീരീസിലൊക്കെ അങ്ങനെ ഒന്നുമില്ല, ഇന്ന് അയച്ചിട്ട് നാളെ തരുന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാനൊരു 4 ദിവസം ഒരാഴ്ചയെങ്കിലും ഞാൻ അവർക്ക് സമയം കൊടുക്കും. ഞങ്ങൾക്ക് ചേച്ചിക്ക് ഇന്ന് ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി വീഡിയോ തരുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾ ഈ കാണുന്ന എപ്പിസോഡ് 2 ആഴ്ചയ്ക്കൊക്കെ മുമ്പ് നമ്മൾ അവരുടെ ഇന്ന് മേടിച്ച് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇന്ന് 5 മിനിറ്റ് കൂടുതൽ 6 മിനിറ്റ് കൂടുതൽ വേണം, അല്ലെങ്കിൽ ഇന്ന് 2 എപ്പിസോഡ് വേണമെന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ഷൂട്ട് ചെയ്യണം. നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് അതവർക്ക് അയച്ച് അതവർ ഷൂട്ട് ചെയ്ത് അവരിതെനിക്ക് അയച്ച് ഈ ഫോണിൽ ഈ ആപ്പിൽ കയറി, കണ്ടോ അവിടുത്തെ വെയിലടിക്കുന്ന ക്ലിയർ ഉണ്ട്, ഈ ആപ്പിൽ കയറി ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന പ്രേമലു വരുന്നത്. ഇനി എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം, ദൈവം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി ലോകത്തില്ല. കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യണം. ഓരോരുത്തരുടെ ഓരോ എക്സ്പ്രഷൻ കൊടുക്കണം. അതിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്ന മലയാളം ഡയലോഗ് ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു മണിക്കൂറുകളോടൊക്കെ ഇരുന്ന് കുത്തിപ്പിടിച്ചിട്ടാണ് നിങ്ങൾ കാണുന്നത്.
അടുത്തത് എഡിറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് വേണം. പക്ഷെ എപ്പോഴും എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കണ്ടെത്താൻ എനിക്ക് കഴിയാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. കാരണം യൂട്യൂബിന്റെ ഒരു നിയമമാണ് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേൾക്കുന്ന സിനിമാ പാട്ടൊക്കെ ഓൾറെഡി ഒരാളുടെ കോപ്പിറൈറ്റ് ആണ്, അയാളുടെ ഉടമസ്ഥ അവകാശത്തിലാണുള്ളത്. അപ്പോൾ ആ സെയിം വീഡിയോ തന്നെ, ആ സെയിം ഓഡിയോ തന്നെ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ബ്ലോക്ക് ആകും, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കോപ്പിറൈറ്റ് ഇല്ലാത്ത, വേറൊരാളുടെ പകർപ്പവകാശം ഇല്ലാത്ത ഓഡിയോ കണ്ടുപിടിച്ച് എഡിറ്റ് ചെയ്താണ് ഞാൻ ഈ ഒരു പ്രേമലു സീരീസിലേക്ക് എത്തുന്നത്. അതാണ് എനിക്കൊന്ന് പലപ്പോഴും ഞാൻ അർദ്ധരാത്രിയിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഉറക്കമൊന്നുമില്ലാതെ. കാരണം കുറേ ഡ്യൂട്ടീസ് വർക്കും അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ചിലവർ രാത്രിയാണ് വീഡിയോസ് അയച്ചു തരുന്നത്. പോർഷൻസ് ഞാൻ ഡബിൾ റോളാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ലേ ആയിട്ട് ചെയ്യണം, ഭാഗ്യമായിട്ട് ചെയ്യണം. ഈ രണ്ട് ക്യാരക്ടറും എൻ്റെ റിയൽ സ്വഭാവമായിട്ട് ഒരു മാച്ച് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. കുറേ സമയം എടുത്തിട്ടാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഡാറ്റ യൂസേജ് അനുസരിച്ചാണ് ഇത് അപ്ലോഡിങ് ആവുന്നത്. സംഭവം എത്ര നേരത്തെ പോസ്റ്റ് ചെയ്താലും ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട് നെറ്റിന്റെ കണക്ഷൻ അനുസരിച്ച് പോസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്രയുമൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്ന പ്രേമലു എപ്പിസോഡിലേക്ക് വരുന്നത്. നമുക്ക് കഴിഞ്ഞൊരു എപ്പിസോഡ് എടുക്കാം. ഇപ്പോൾ ഭാഗ്യയുടെ വീട്ടിൽ, അല്ല ശ്രീകാന്തിന്റെ വീട്ടിൽ നിന്ന് ഭാഗ്യയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു എപ്പിസോഡാണ് എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടത്. ആ എപ്പിസോഡിൽ നമ്മൾ അതൊറ്റ സ്ക്രിപ്റ്റ് എഴുതി ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് എല്ലാവരും വീഡിയോ തരുന്നു. പക്ഷെ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് എഡിറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇതിലാണല്ലോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എഡിറ്റ് ചെയ്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ അടുത്ത എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞാൻ ഈ എപ്പിസോഡൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഈസ് റിയൽ. ബിക്കോസ് എനിക്കിപ്പോൾ നന്നായിട്ട് എല്ലാവരുടെയും ആ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോരുന്നത്. പ്രേമലു ഇപ്പം ഒന്ന് നിർത്തല്ലേ എന്ന് കുറേ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രേമലു ഉറപ്പായിട്ട് മരിയെ പോലെ 3 കൊല്ലത്തേക്കൊന്നും കൊണ്ടുപോയില്ല. ഈ ഒരു വർഷം തന്നെ ഉണ്ടാവുള്ളൂ ഈ സീരീസ്. കാരണം അത് കഴിഞ്ഞ് എനിക്ക് റിയൽ ആയിട്ട് ഒരു വെബ് സീരീസ് ഷൂട്ട് ചെയ്യാൻ, അതായത് എല്ലാവരും ഒരു സ്ഥലത്തായിട്ടുള്ള രീതിയിൽ ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഞാൻ പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഡയറക്ടറൊക്കെ ചെയ്യുന്നവർക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പേ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു വീഡിയോ കിട്ടാൻ ഡിലേ ആകുമെന്ന് നേരത്തെ അറിഞ്ഞിട്ട് എപ്പിസോഡ്, ആ 2 ആഴ്ച നിങ്ങൾക്ക് എപ്പിസോഡ് ഇല്ലാതിരിക്കുന്നില്ല, എപ്പിസോഡ് വരുന്നില്ലേ, ഇതിന്റെ ഇടയിൽ നിങ്ങൾ എപ്പിസോഡ് കാണുന്നുണ്ട്. അതെങ്ങനെയെന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അതിന് മുൻപ് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തിട്ട് ആ വീഡിയോ കളക്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാണുന്ന എപ്പിസോഡിലേക്ക് വരുന്നത്. എനിക്കിപ്പോൾ ഞാൻ മാത്രമല്ല, ഇപ്പോൾ സുഹൃയ ചേച്ചി ആണെങ്കിലും വെബ് സീരീസ്, ഇപ്പോൾ ശ്രീഷ്ണാണെങ്കിലും വെബ് സീരീസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി, നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡൗട്ട് നിങ്ങൾ മാർക്ക് കിട്ടിയല്ലോ. ഞങ്ങൾ ഒരുമിച്ചല്ല ഷൂട്ട് ചെയ്യുന്നത്. കൊല്ലം, ഇപ്പോൾ സനിച്ചേൻ്റെ വീട് കൊല്ലം, രാഹുല് കാസർഗോഡ്, അല്ലെങ്കിൽ പ്രിയങ്ക പത്തനംതിട്ട. അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇതുപോലും കാണാത്ത ആൾക്കാരാണ് ഈ വെബ് സീരീസിൽ ഉള്ളത്. ആക്ച്വലി എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ആൻമോൾ എന്നും പറഞ്ഞ്. ഇതിലും ഞാൻ സീരീസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓഡിയോ ഇതുപോലെയല്ല, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓഡിയോ ഇട്ടിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ളവർ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ, അതിൽ കയറി ഫോളോ ചെയ്യും. ആദിത്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ കമന്റ് കണ്ടു. അവൾ ചോദിച്ചതിൻ്റെ അടുത്ത് ഡെയിലി വ്ളോഗും ഷോർട്സ് ഒക്കെ ചേച്ചിക്ക് ചെയ്തോടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ 600 MB കൂടുതൽ ഞാൻ പ്രേമലു പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഉള്ള ഒരു 900 ഡാറ്റ നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ തീർന്നു പോകും. ചെയ്യുന്ന ഈ ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോറേജ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാം ശരിയാക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഡെയിലി പോസ്റ്റ്. അപ്പോൾ മൈ ഡിയർ വ്യൂവേഴ്സ്, പ്രേമലു കാണുന്ന എൻ്റെ എല്ലാ ചക്കരക്കുട്ടികളും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനി തൊട്ട് നിങ്ങൾ എപ്പിസോഡിന് പ്രഡിക്റ്റ് ചെയ്യുക, അതായത് ഇനി അടുത്തത് എന്തായിരിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുക. ഏറ്റവും നല്ല പ്രഡിക്ഷന് നമ്മളൊരു സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.